നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എം വി ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടരും. സമ്മേളനത്തിൽ തീരുമാനം ഏകകണ്ഠമായി. ജയരാജന് ഇത് മൂന്നാം ഊഴം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊണ്ട് പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനം. മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രം നിയമപരമായി രാജിവെക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ധാർമ്മികമായി വേണോ എന്ന് മുകേഷിന് തീരുമാനിക്കാം. അനുകൂലിച്ച് നേതാക്കളും. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണപുരം മൊട്ടമ്മൽ സ്വദേശി MV ബാലകൃഷ്ണൻ. അപകടം ബസിന്റെ അമിതവേഗം. വാർത്തകൾ വിശദമായി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ വീണ്ടും തെരഞ്ഞെടുത്തു. മൂന്നാം തവണയാണ് ജയരാജൻ സെക്രട്ടറിയാകുന്നത്. 50-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 11 പേർ പുതുമുഖങ്ങളാണ്. SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ, MV നികേഷ് കുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിലെത്തി. നികേഷ് കുമാർ നേരത്തെ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായി P. ജയരാജൻ ഒഴിഞ്ഞപ്പോഴാണ് MV ജയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. 2021 ജില്ലാ സമ്മേളനത്തിൽ വീണ്ടും സെക്രട്ടറിയായി. ഇത് മൂന്നാം തവണയാണ് ജയരാജൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ തളിപ്പറമ്പിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ഏകകണ്ഠമായാണ് തെരഞ്ഞെടുത്തത്. പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി MV ജയരാജൻ, M. പ്രകാശൻ, സുരേന്ദ്രൻ, കാരായി രാജൻ, TK ഗോവിന്ദൻ, VP ഗോപിനാഥ്, P. ഹരീന്ദ്രൻ, P. പുരുഷോത്തമൻ, സുകന്യ, C. സത്യപാൽ, KV സുമേഷ്, TI മധുസൂദനൻ, PI സന്തോഷ്, M. കരുണാകരൻ, PK ശ്യാമള, K. സന്തോഷ്, M. വിജിൽ തുടങ്ങിയവരും പുതുമുഖങ്ങളായി V. കുഞ്ഞികൃഷ്ണൻ, MV നികേഷ് കുമാർ, K. അനുശ്രീ, P. ഗോവിന്ദൻ, KP V. പ്രീത, N. അനിൽകുമാർ, CM കൃഷ്ണൻ, മുഹമ്മദ് അഫ്സൽ, സരിൻ ശശി, K. ജനാർദ്ദനൻ, CK രമേശൻ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സിറ്റി ന്യൂസ് കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി പ്രവർത്തനം ശക്തമാക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. തളിപ്പറമ്പിലെ CPM സമ്മേളന നഗരിയായ KKN പരിയാരം ഓഡിറ്റോറിയത്തിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവി കടമയെന്ന നിലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയോര തീര കടലോര പ്രദേശങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പകുതിയോളം വോട്ടുകൾ CPM-ന് ലഭിച്ചിട്ടില്ല. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർ ജനസേവകരായി മാറണം. ഇതിനായി പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ എല്ലാവിധ ജനങ്ങളുമായി സഹകരിക്കണം. ബഹുജന നേതാക്കളായി പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരും പ്രവർത്തകരും മാറണമെന്നും എല്ലാവിധ ജനങ്ങളുമായി രാഷ്ട്രീയ ഭേദമന്യേ ഇടപെട്ട് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നും MV ജയരാജൻ പറഞ്ഞു. ഇത്രയും കൂടുതൽ സ്വാധീനമുള്ള CPIM-ന് ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ വേണ്ടത്ര സ്വാധീനം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കുന്ന രീതിയിൽ പകുതിയിലേറെ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നില്ല. ഈ കുറവുകൾ പരിഹരിക്കുക എന്നതാണ് പ്രധാനം. അതിനെന്തെല്ലാം ചെയ്യണം? അതിലാണ് ഭാവി കടമകളിൽ അംഗീകരിച്ച ഒരു പ്രധാന ഉത്തരവാദിത്തം മലയോര തീരദേശ നഗരമേഖലയിലുള്ള പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തൽ. പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളിലെ പാർട്ടി പ്രവർത്തകന്മാരെ അണിനിരത്തുക എന്നത് മാത്രമല്ല. ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആ ബ്രാഞ്ച് പരിധിയിലുള്ള ജനങ്ങളുടെ നേതാവാണ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗത്തിൻ്റെയും നേതാവാണ്. അപ്പോൾ പാർട്ടിയെ വിവരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെയുള്ള ജനങ്ങളുടെ ജനസേവകരായി പാർട്ടി പ്രവർത്തകന്മാരെ മാറ്റുക, ജനങ്ങളുടെ മനസ്സിൽ CPIM-ന് സ്ഥാനമുറപ്പിക്കുക എന്നതാണ് ഭാവി കടമകളിൽ ഏറ്റവും പ്രധാനമായി അംഗീകരിച്ചിട്ടുള്ളത്. മുണ്ടേരി ചിറക്ക് സമീപം മോഷണം. പണ്ടാരവളപ്പിൽ ആയിഷയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പുലർച്ചെയോടെയായിരുന്നു സംഭവം. പരിസരവാസികളെ വിളിച്ചു വരുത്തി മോഷ്ടാവിനെ പിന്തുടർന്നുവെങ്കിലും തൊട്ടടുത്ത പുഴയിൽ ചാടി മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു. ഫയർ സർവീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ പിടികൂടാനായില്ല. മുണ്ടേരി ചിറക്ക് സമീപം പണ്ടാരവളപ്പിൽ ആയിഷയുടെ വീട്ടിൽ പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ഉറക്കം തെളിഞ്ഞ ആയിഷയുടെ ഭർത്താവ് സുലൈമാൻ സമയം നോക്കുന്നതിനായി മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ കാണാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് കിടന്ന ഭാര്യയുടെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് മോഷ്ടാവ് പതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ വീടിനകത്തുള്ള ഉലക്ക കൊണ്ട് വാതിൽ തകർത്ത് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഗുഡ്സ് ഓട്ടോ തൊഴിലാളിയായ സുലൈമാൻ പറഞ്ഞു. ഇന്നലെ രാത്രി മൊബൈൽ നോക്കാൻ ടൈം നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ നോക്കി. മൊബൈൽ കാണായിട്ട് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു കള്ളൻ. അതിനുശേഷം അവനെ പിടിച്ച് റൂമിലിട്ട് പൂട്ടി
പൊട്ടിയതിന് ശേഷം ഒലക്കെ പൊട്ടിച്ചിട്ട് കളിക്കുന്നു. പൂട്ടിയിട്ട് ഞാൻ കുറെ പൂട്ടി പറഞ്ഞ് ആരും വന്നിട്ട് വയ്യ. ഓന് ആയുധം എടുത്തിട്ട് ഡോറ് കുത്തിപ്പൊളിച്ചിട്ട് പുറത്തിറക്കിപ്പോയി. ഞാൻ ഓനെ പിടിച്ച് എൻ്റെ കൈക്ക് പരിക്കേറ്റ് പിടിച്ചു വെച്ച പരിക്കേറ്റ് ഒറ്റ ഓട്ടം ഓടി ഘടകം ഗൈറ്റ് മറിഞ്ഞ് തുള്ളിക്കഴിഞ്ഞിട്ടാണ് ഓന് പോയത്. തുടർന്ന് സുലൈമാൻ ഒച്ചവെച്ച് പരിസരവാസികളെ വിളിച്ചു വരുത്തി മോഷ്ടാവിനെ പിന്തുടർന്നുവെങ്കിലും തൊട്ടടുത്ത പുഴയിൽ ചാടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രി 2:30 മണിയോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പുഴയിൽ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല. മോഷ്ടാവ് സുലൈമാന്റെ ഫോൺ കവരുകയും വീടിന്റെ അടുക്കളവാതിൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രി തന്നെ ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മുണ്ടേരിമൊട്ടയിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു അന്യസംസ്ഥാനക്കാരനെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഒരാളെ പോലീസ് പിടികൂടിയതായാണ് സംശയിക്കുന്നത്. എളിയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകി വരാറുള്ള ടി.കെ. പവിത്രൻ പുരസ്കാരം ചക്കരക്കല്ലിലെ IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ M. മുഹമ്മദ് അലിക്ക്. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഫെബ്രുവരി 5-ന് ഏച്ചൂരിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാരം കൈമാറും. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും തൊഴിലാളി പ്രവർത്തന മേഖലകളിലും നിറസാന്നിധ്യമായിരുന്ന ടി.കെ. പവിത്രന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നത്. എളിയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് വർഷാവർഷം പുരസ്കാരം നൽകി വരുന്നത്. ഈ വർഷത്തെ പുരസ്കാരത്തിന് ആതുര ശുശ്രൂഷ രംഗത്തും ജീവകാരുണ്യ രംഗത്തും അരനൂറ്റാണ്ടിലേറെ കാലമായി പൊതുജീവിതത്തിൽ അറിയപ്പെടുന്ന ചക്കരക്കല്ലിലെ IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ M. മുഹമ്മദ് അലിയാണ് അർഹനായത്. ജനുവരി 5-ന് ഏച്ചൂരിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പുരസ്കാരം കൈമാറുക. ട്രേഡ് യൂണിയൻ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക സഹകരണ മേഖലയിലൊക്കെ നിറഞ്ഞു നിന്ന ഈ പവിത്രന്റെ 7ാം ചരമവാർഷിക ദിനമാണ് ഫെബ്രുവരി 5. എല്ലാ വർഷവും ഒരു പുരസ്കാരം സമർപ്പണമുണ്ട്. സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അത്തരം കുറേ സംഘടനകൾ. ഈ കുറി ചക്കരക്കല്ലിൽ ദീർഘകാലമായി സേവനം ചെയ്യുന്ന M. മുഹമ്മദ് അലിക്കാണ് ഞങ്ങളുടെ പുരസ്കാരം ടി.കെ. പവിത്രൻ സ്മാരക പുരസ്കാരം നൽകുന്നത്. ചടങ്ങിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തും. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പ്രതിഭാ പുരസ്കാര ജേതാക്കളെ അനുമോദിക്കുമെന്നും ഭാരവാഹികളായ മുണ്ടേരി ഗംഗാധരൻ, കട്ടേരി നാരായണൻ, ലക്ഷ്മണൻ തുണ്ടിക്കോത്ത്, ലക്ഷ്മണൻ T.K., രാജീവൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MV ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടരും. സമ്മേളനത്തിൽ തീരുമാനം ഏകകണ്ഠമായി. ജയരാജന് ഇത് 3ാം ഊഴം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊണ്ട് പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനം. M. മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രം നിയമപരമായി രാജിവെക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ധാർമ്മികമായി വേണോ എന്ന് മുകേഷിന് തീരുമാനിക്കാം. അനുകൂലിച്ച് നേതാക്കളും. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണപുരം മൊട്ടമ്മൽ സ്വദേശി MV ബാലകൃഷ്ണൻ. അപകടം ബസിന്റെ അമിതവേഗം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം കടുപ്പിച്ച സാഹചര്യത്തിൽ പ്രതികരണവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എത്തി. ധാർമ്മികമായി രാജിവെക്കണോ എന്നത് മുകേഷിന് തീരുമാനിക്കാമെന്നും നിയമപരമായി രാജിവെക്കേണ്ടതില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു.
2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാലേ ജനപ്രതിനിധി രാജിവെക്കേണ്ടതുള്ളൂ എന്നും പി സതീദേവി കൂട്ടിച്ചേർത്തു. എം മുകേഷിനെതിരായ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ നിയമപരമായി രാജിവെക്കേണ്ടതില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കാരണങ്ങളുണ്ട്. കോടതി ശിക്ഷിക്കുന്ന പക്ഷം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത്. കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം ധാർമ്മിക പ്രശ്നം മാത്രമാണ് ചോദിക്കുന്നത്, നിയമപ്രശ്നമല്ല. ധാർമ്മിക ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാനാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ധാർമ്മികമായി രാജിവെക്കണോ എന്ന് മുകേഷിന് തീരുമാനിക്കാം. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാലേ ജനപ്രതിനിധി രാജിവെക്കേണ്ടതുള്ളൂ എന്നും പി സതീദേവി പറഞ്ഞു. തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീദേവി. മുകേഷിനെതിരായ ഡിജിറ്റൽ സാഹചര്യ തെളിവുകളടക്കം അടങ്ങുന്നതാണ് കുറ്റപത്രം. പരാതിക്കാരിയുമായി മുകേഷ് നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT പറയുന്നുണ്ട്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തിരുന്നത്. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. സംസ്ഥാന കരാട്ടെ ഗോൾഡ് മെഡൽ ജേതാക്കളെ അനുമോദിച്ചു. ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് നാഫിസ്, 14 വയസ്സ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടിയ സഹോദരൻ മുഹമ്മദ് ഇല്യാസ് എന്നിവർക്കാണ് കണ്ണൂർ സിറ്റി കെന്യൂറിയു കരാട്ടെ അക്കാദമി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി കരാട്ടെ സെന്ററിൽ അനുമോദനം നൽകിയത്. മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പൊന്നാട അണിയിച്ചുകൊണ്ട് സ്നേഹാദരവ് നൽകി. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ മത്സരത്തിൽ ജേതാക്കളെ വിളിക്കുക. ആ ജേതാക്കളായ നമ്മുടെ മക്കളെ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. കുട്ടികൾക്ക് പഠന കാര്യങ്ങളോടൊപ്പം അവരിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകമായ വാസനകൾ, ചിലർക്ക് കായിക പരിപാടികളായിരിക്കും, കരാട്ടെ ഉൾപ്പെടെ മറ്റു ചിലർക്ക് സാംസ്കാരിക പരിപാടികളായിരിക്കും, അഭിനയം, പാട്ട്, നൃത്തം, അഭിനയിക്കും. രാവിലത്ത് കവിത രചിക്കാനും പ്രബന്ധം എഴുതാനും പ്രസംഗിക്കാനും ഓരോ നിലയിലും നമ്മുടെ വ്യക്തികൾക്ക് ജന്മസിദ്ധമായി ഉയർന്നിടക്കുന്ന കലാസാംസ്കാരിക കായിക തട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ ലോകം അറിയപ്പെടുന്ന തിരുവനന്തപുരം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന 45ാമത് സ്പോർട്സ് കൗൺസിൽ അംഗീകൃത കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 16 വയസ്സിൽ ആൺകുട്ടികളുടെ ഫൈറ്റിംഗ് വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച് ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് നാഫീസ്, 14 വയസ്സ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടിയ സഹോദരൻ മുഹമ്മദ് ഇല്യാസ് എന്നിവർക്കുമാണ് കണ്ണൂർ സിറ്റി കെന്യൂറിയു കരാട്ടെ അക്കാദമി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി കരാട്ടെ സെന്ററിൽ അനുമോദനം നടന്നത്. പുരാരേഖ, പുരാവസ്തു, മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പൊന്നാടി അണിയിച്ചുകൊണ്ട് ജേതാക്കളെ സ്നേഹാദരവ് നൽകി അനുമോദിച്ചു. അക്കാദമി രക്ഷാധികാരി അഷ്റഫ് ബംഗാളി മുഹല്ല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ട്രഷറർ റൺഷി സുമേഷ് ചടയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് ദിവ്യ ഷാജിൽ, സെക്രട്ടറി പി ശില്പ, ട്രഷറർ ഷിറിൻ നൂറുദ്ദീൻ, കണ്ണൂർ ഹെറിറ്റേജ് കൺവീനർ മുഹമ്മദ് ഷിഹാദ്, PM മുഹമ്മദ് റയീസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷന്റെ ട്രഷററാണ്. അതോടൊപ്പം ഇത്തവണ കേരള സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൻ്റെ കോച്ചറുമായിരുന്നു ബഹുമാനപ്പെട്ട റൺഷി സുമേഷ് ചടയത്ത്. GHS പള്ളിക്കുന്ന് എല്ലില്ല 87 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. 1987 സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെ ഒത്തുകൂടൽ വർണ്ണാഭമാക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ഇതിനായി പാട്ട്, നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. പള്ളിക്കുന്ന് അച്യുതവില്ലയിൽ നടന്ന പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. കണ്ണൂർ ചെറുകുന്നിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കണ്ണപുരം സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കണ്ണൂരിൽ നിന്നും പഴയങ്ങാടിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിന് കാരണം. രാവിലെ 9 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണൂരിൽ നിന്ന് പഴയങ്ങാടിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിടിച്ചാണ് ബാലകൃഷ്ണൻ അപകടത്തിൽപ്പെട്ടത്. രാവിലെ വീട്ടിൽ നിന്ന് ചെറുകുന്നിലെത്തിയതായിരുന്നു. തുടർന്ന് റോഡിന്റെ മറുഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അതിവേഗത്തിലെത്തിയ ബസ്സിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മീറ്ററുകളോളം അകലെ തെറിച്ചു വീണ ബാലകൃഷ്ണനെ ഉടനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.
തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കണ്ണൂർ ബെല്ലാർ റോഡിലെ ഷാലിമാർ ട്രേഡ് ലിങ്ക്സിൽ നിന്നും നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇത് രണ്ടാം തവണയാണ് ഇവിടെ നിന്നും നിരോധിത പ്ലാസ്റ്റിക് പിടികൂടുന്നത്. 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകി. 1 കിൻഡലോളം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കോട്ടഡ് പ്ലേറ്റുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ എന്നിവയാണ് സ്ക്വാഡ് പിടിച്ചെടുത്തത്. ഇതേ സ്ഥാപനത്തിൽ നിന്നും രണ്ടാം തവണയാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുന്നത്. 25,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ ലജിഎം, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സഫീർ അലി ES എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. മുണ്ടേരി പുറവൂർ ശ്രീ എടക്കടംബേത്ത് ഭഗവതി ക്ഷേത്രത്തിൽ വയനാട്ടുകുലവൻ ദേവപ്രതിഷ്ഠ നടന്നു. ക്ഷേത്രം തന്ത്രി കൈതപ്രത്ത് തെക്കേ കോറമംഗലം ഇല്ലത്ത് ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം മാതൃസമിതിയുടെ വകയായി ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന ഭണ്ഡാരത്തിന്റെ സമർപ്പണവും തദവസരത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രിയും ഭാരവാഹികളും ചേർന്ന് ഭണ്ഡാരം ഏറ്റുവാങ്ങി. തുടർന്ന് അഷ്ടബന്ധ കലശം, നാഗാലയത്തിൽ നൂറും പാലും സമർപ്പണം, സർപ്പബലി എന്നിവയും നടന്നു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 20ാം കളിയാട്ട മഹോത്സവത്തിന് ഫെബ്രുവരി 7-ന് സമാപനമാകും. നിരവധി ഭക്തജനങ്ങൾ ദേവപ്രതിഷ്ഠാ ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. അഴീക്കൽ ശ്രീ പാമ്പാടി ആലയം കീഴിൽ ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. ദേശീയ മഹോത്സവം 2025-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് തുടക്കമായത്. ക്ഷേത്ര ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ കപ്പക്കടവ് ഗ്രാമീണ വായനശാല പരിസരത്ത് നിന്നും തെക്കുംഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാൽ റേഷൻ പീടികയ്ക്ക് സമീപത്തു നിന്നുമായിരുന്നു കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. അതിപുരാതനവും കേരളത്തിലെ നാഗാരാധനാ ക്ഷേത്രങ്ങളിൽ പുകഴ്പെറ്റതുമാണ് അഴീക്കൽ ശ്രീ പാമ്പാടിയാലിൻ കീഴിൽ ക്ഷേത്രം. ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് ഇവിടെ മഹോത്സവം നടക്കുന്നത്. ഇന്നലെ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാം വാദ്യസംഘം അഴീക്കോടിന്റെ ചെണ്ടമേളത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ആയിരുന്നു കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. ഉത്സവ ദിവസങ്ങളിലെ അന്നദാനത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും കാർഷിക വിഭവങ്ങളും ചുവന്നുകൊണ്ടുള്ള അതിഗംഭീര ഘോഷയാത്രയായിരുന്നു കപ്പക്കടവ് ഗ്രാമീണ വായനശാല പരിസരത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് നടന്നത്. കൂടാതെ തെക്കുംഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ആരവം കലാസമിതി കോഴിക്കോടിന്റെ ശിങ്കാരിമേളത്തോടെയുള്ള ഘോഷയാത്ര വൈകുന്നേരം 4 മണിക്ക് ചാൾ റേഷൻ പീടികയ്ക്ക് സമീപത്ത് നിന്നുമായിരുന്നു ആരംഭിച്ചത്. ഇതിനുശേഷം രാത്രി 7 മണി മുതൽ അഴീക്കലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 12ഓളം സ്ത്രീ കൂട്ടായ്മകൾ അവതരിപ്പിച്ച തിരുവാതിര കളിയും കൈകൊട്ടിക്കളിയും നടന്നു. ഫെബ്രുവരി 5 ബുധനാഴ്ച ക്ഷേത്ര പ്രവേശനം നടക്കും. തുടർന്ന് പുതിയ ഭഗവതി തോറ്റം, കൂടിയാട്ടം, തിരുവായുധം എഴുന്നള്ളത്ത്, സമൂഹ സദ്യ എന്നിവയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിലും നാദസ്വര കച്ചേരി ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും അരങ്ങേറും. അമ്പലപ്പുഴ സാരഥിയുടെ 2 ദിവസം നാടകവും അരങ്ങേറും. തുടർന്ന് 12 മണി മുതൽ പ്രാർത്ഥനയായുള്ള നാഗകന്നിത്തിറ, പുതിയ ഭഗവതി തിറയും ഉണ്ടാകും. ശനിയാഴ്ച മെഗാ മ്യൂസിക്കൽ നൈറ്റും ഫെബ്രുവരി 9 ഞായറാഴ്ച കപ്പക്കടവ് ദേശവാസികളുടെ വക താലപ്പൊലിയേന്തിയ ബാലികാ ബാലന്മാരുടെയും മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടി കാഴ്ചവരവ് നടക്കും. അന്നേ ദിവസം ചൊവ്വ വിളക്കോടുകൂടി ഉത്സവം സമാപിക്കും. സിറ്റി ന്യൂസ് കണ്ണൂർ. പുരുഷ വസ്ത്ര ഡിസൈനിങ്ങിലെ പ്രഗത്ഭരായ മൊണാർക്ക് ടൈലർ മെയ്ഡ് ഗ്രൂമിംഗിന്റെ പുതിയ സ്റ്റോർ കണ്ണൂർ ഫാമിലി വെഡിംഗ് സെന്ററിൽ തുറന്നു. ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇമ്പിച്ചി അഹമ്മദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രശസ്ത ഗായകൻ കണ്ണൂർ സലീൽ സലീം മുഖ്യാതിഥിയായി പങ്കെടുത്തു. 3 പതിറ്റാണ്ടിലേറെയായി പുരുഷ വിവാഹ വസ്ത്രങ്ങളിലെ ഏറ്റവും മികച്ച കളക്ഷനും ഡിസൈനും നൽകുന്ന മൊണാർക്ക് ടൈലർ മെയ്ഡ് ഗ്രൂമിംഗിന്റെ ഏറ്റവും പുതിയ സ്റ്റോറാണ് കണ്ണൂരിൽ തുറന്നത്. അത്യാധുനിക സൗകര്യങ്ങളും വിദഗ്ധ ജീവനക്കാരും ഉൾക്കൊള്ളുന്ന മൊണാർക്കിന്റെ പുതിയ ഷോറൂം കണ്ണൂരുകാർക്ക് ഒരു നവ്യ അനുഭവമായിരിക്കും. ഏറ്റവും മികച്ച ഗ്രൂമിംഗ് എക്സ്പീരിയൻസ് സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓരോരുത്തർക്കും ആത്മവിശ്വാസവും പ്രൗഢിയും നൽകുന്ന സ്റ്റൈലുകളാണ് മൊണാർക്ക് എന്നും അവതരിപ്പിക്കുന്നത്. ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇമ്പിച്ചി അഹമ്മദ് പറഞ്ഞു. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത സ്റ്റിച്ചിങ് യൂണിറ്റ് ഇന്ത്യയിലെ മൊണാർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ബ്രാൻഡ്, ഏറ്റവും നല്ല നൂതനമായ ഡിസൈൻ, മറ്റ് എവിടെയും കിട്ടാത്ത രീതിയിൽ ബ്രാൻഡ് വാല്യൂവിലുള്ള സ്റ്റിച്ചിങ് നമ്മുടെ മൊണാർക്ക് ഫാമിലിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. സാധാരണ പറയാന്ന് വെച്ചാൽ ഇവിടുന്ന് സൂട്ടടിക്കാൻ ബ്രാൻഡ് സൂട്ടാണ് എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത്. അതേ രീതിയിൽ തന്നെ അതിനെ വെല്ലുന്ന രീതിയിലുള്ള സൂട്ടുകൾ, ഷർട്ടിങ്, പാൻസ് എല്ലാം ഇനി മുതൽ ഫാമിലിയുടെ ഈ സ്വന്തമായിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. എത്രയും വേഗത്തിൽ. കാരണം സാധാരണ
സ്റ്റിച്ചിങ്ങിനാണ് എല്ലാ ആൾക്കാരും ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. ഇനി ആ ഒരു ചോദ്യത്തിനുള്ള ഇതില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ ടൈം അനുസരിച്ചിട്ട് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ ഈ യൂണിറ്റ് എപ്പോഴും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനും ഏറ്റവും മികച്ച സ്റ്റൈലുകൾ അവതരിപ്പിക്കാനും മൊണാർക്ക് എന്നും മുൻപന്തിയിലാണ്. ഏറ്റവും മികച്ച ഗുണനിലവാരവും മികച്ച ഡീറ്റെയിലിംഗും ലഭ്യമാക്കുക വഴി കണ്ണൂരിലെ ഏറ്റവും മികച്ച ഗ്രൂമിംഗ് ഡെസ്റ്റിനേഷനായി മാറാനാണ് മൊണാർക്ക് തയ്യാറെടുക്കുന്നത്. ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കണ്ണൂർ ജനറൽ മാനേജർ റിയാഖത്ത് പറഞ്ഞു. കണ്ണൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ മാനേജർ ഡയറക്ടർമാരായ അബ്ദുൽ ബാരി, അബ്ദുൽ സലാം, മുജീർ റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. കണ്ണൂർ ഷോറൂം അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുബേർ, മാനേജ്മെന്റ് അംഗങ്ങളായ ജിതിൻ രാജ്, നിസാർ, നിജാസ്, സാബിത്, ഷബീഹ് നിഹാൽ, അഷ്കർ, അപർണ എന്നിവർ പങ്കെടുത്തു. പിന്നെ ഈ ഫാമിലീൻ്റെ അകത്ത് വന്നപ്പോൾ ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കണ്ണൂരിൽ ഇത്രയും വലിയൊരു ഷോറൂം ഫാമിലിയുടെ വെഡ്ഡിങ് സെൻറ്ററിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ്, എന്താ പറയുക, ഈ കുറേ മണിക്കൂറുകൾ എടുക്കുന്നതിൽ കയറി വരാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൂരിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഷോപ്പിംഗ് ചെയ്യുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജെൻസിനായാലും ലേഡീസിനാണെങ്കിലും ഫാമിലീസിന് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ സ്റ്റോറിനും സ്പെഷ്യലി മൊണാർക്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7705, പവന് 61,640 രൂപ, വെള്ളി 107 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MV ജയരാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തുടരും. സമ്മേളനത്തിൽ തീരുമാനം ഏകകണ്ഠമായി. ജയരാജന് ഇത് 3-ാം ഊഴം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം ഉൾക്കൊണ്ട് പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനം. മുകേഷ് MLA-ക്കെതിരായ കുറ്റപത്രം നിയമപരമായി രാജിവെക്കേണ്ടതില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. ധാർമ്മികമായി വേണോ എന്ന് മുകേഷിന് തീരുമാനിക്കാം, അനുകൂലിച്ച് നേതാക്കളും. ചെറുകുന്ന് പോസ്റ്റ് ഓഫീസിന് സമീപം അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ് ഇടിച്ച് കാൽനട യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കണ്ണപുരം മൊട്ടമ്മൽ സ്വദേശി MV ബാലകൃഷ്ണൻ. അപകടം ബസിന്റെ അമിതവേഗം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.